മുണ്ടക്കൈയും ചൂരൽമലയും ഉൾപ്പെടെയുള്ള ദുരന്തമുഖങ്ങളിലെ അഗ്നിരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങൾ ടെലിവിഷനിൽ മാത്രം കണ്ടിട്ടുള്ളവർക്ക് ഇനി അത് നേരിട്ട് കാണാം, അടുത്തറിയാം. തിരുവനന്തപുരം കനകക്കുന്നിലെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ജില്ലാ അഗ്നിരക്ഷാ സേനയുടെ കാഴ്ചകൾക്ക് സുവർണാവസരം ഒരുക്കിയിരിക്കുന്നത്. സേനയുടെ പ്രവർത്തന രീതിയും ഉപകരണങ്ങളും പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളുടെ ബാലപാഠവും പഠിക്കാം. മുണ്ടക്കൈയിലെ ബെയിലി പാലം പോലൊരു ബർമ പാലമുണ്ട് കനകക്കുന്നിൽ. പാലം തകർന്നാൽ അതിന് പകരമായി പോളിപ്രോപ്പലിൻ റോപ്പ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നവ. ആളുകളെ മാറ്റാനും നടക്കാൻ പറ്റാത്തവരെ പോലും എടുത്തുകൊണ്ടുപോകാനും ശേഷിയുള്ള റോപ്പ് ബ്രിഡ്ജ്. ആശങ്ക ലവലേശമില്ലാതെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നുണ്ട് പാലം കാണാനും കയറാനും കാര്യങ്ങൾ അറിയാനും. ദുരന്ത സ്ഥലത്ത് കമാൻഡോകൾക്ക് എത്താനായി നിർമ്മിക്കുന്ന കമാൻഡോ ബ്രിഡ്ജ്, പുഴ കടന്നുള്ള രക്ഷാപ്രവർത്തനത്തിനായി ഏരിയൽ റോപ്പ്വേ, കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ താഴെ ഇറക്കാനുള്ള സ്കൂപ്പിംഗ് ഉൾപ്പെടെയുള്ളവയും പ്രദർശനത്തിലുണ്ട്. എന്നാൽ പ്രദർശനത്തിലെ പ്രധാന താരം മറ്റൊരാളാണ്. ഫയർ റോബോ എന്ന ഓമന പേരുള്ള ഫുള്ളി ഓട്ടോമാറ്റിക് ഫയർ ഫൈറ്റിംഗ് റോബോട്ട്. സേനയ്ക്ക് എത്താൻ കഴിയാത്ത ഇടങ്ങളിൽ ചെന്ന് അഗ്നിയോട് പോരാടാൻ ശേഷിയുള്ള ഹീറോ. 2 ക്യാമറയും 5 മണിക്കൂർ ബാറ്ററി ബാക്കപ്പുമുള്ള റോബോ സംസ്ഥാനത്ത് 3 എണ്ണമാണുള്ളത്. പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണിപ്പോൾ. സംഗതി കിടുവാണെങ്കിൽ കൂടുതൽ റോബോകൾ എത്തും. സേനയുടെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനൊപ്പം പ്രാഥമിക അഗ്നിരക്ഷാ മാർഗങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുക കൂടിയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യം. ഏതൊരു തീയും തുടക്കത്തിൽ ചെറുതായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ആ തീ തുടക്കത്തിൽ തന്നെ കെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്റ്റിംഗ്വിഷറുകൾ ഉപയോഗിക്കുന്നത്. ആ എക്സ്റ്റിംഗ്വിഷറുകൾ ഇവിടെ നമ്മൾ അവർക്ക് പ്രവർത്തിപ്പിക്കാൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഗ്യാസ് ലീക്ക് വന്നാൽ ഭയപ്പെട്ട് ഓടാതെ അതിനെ ശരിയായ രീതിയിൽ നിയന്ത്രിച്ച് അപകടം ഒഴിവാക്കുന്നതിനുള്ള പരിശീലനവും ഇവിടെ നമ്മളിവിടെ കൊടുത്തു വരികയാണ്. LPG ഗ്യാസ് ചോർച്ച തടയാനും എക്സ്റ്റിംഗ്വിഷറുകൾ ഉപയോഗിക്കാനുമെല്ലാം ലളിതമായ ട്രെയിനിംഗ് ഉണ്ട്. ഏറെ പ്രയോജനപ്രദമെന്ന് വീട്ടമ്മയുടെ സാക്ഷ്യം. ഇപ്പോൾ ഒരു ആളിനെ ഒരു ആക്സിഡന്റ് പറ്റി എങ്ങനെയാണ് അതിനെ ലിഫ്റ്റ് ചെയ്യേണ്ടത്, ഏത് പൊസിഷനിൽ ലിഫ്റ്റ് ചെയ്യണം, ഒരു ഫയർ ആക്സിഡൻ്റ് ഉണ്ടായാൽ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, അത് പിന്നെ ഈ ആനിമൽസൊക്കെ കിണറ്റിൽ വീണാൽ എങ്ങനെയാണ് അതിനെ ലിഫ്റ്റ് ചെയ്യുന്നത്, ആൾ വീണാൽ എങ്ങനെയാണ്, അതിൻ്റെ ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഡെമോ കാണിച്ച് അവർ ചെയ്യുന്നുണ്ട്. ജില്ലയിലെ 15 സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അഗ്നിശമന സേനയുടെ പ്രവർത്തനങ്ങളും ഉപകരണങ്ങളും പരിചയപ്പെടുത്തുന്ന 2 പ്രദർശന സ്റ്റാളുകൾ ഒരുക്കിയിരിക്കുന്നത്. ആബാലവൃദ്ധം ജനങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമാകുന്നുവെന്നതാണ് പ്രത്യേകത. ദുരന്തമുഖങ്ങളിലെ ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തന രീതികൾ പരിചയപ്പെടുത്തുന്നതിനൊപ്പം അത്യാവശ്യ ഘട്ടങ്ങളിലെ ഫയർ ഫൈറ്റിംഗ് രീതി സാധാരണക്കാരെ പഠിപ്പിക്കുക കൂടിയാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ക്യാമറ പേഴ്സൺ പ്രമോദ് പന്നിയോടിനൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.